ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു മകനോട് ഒരു ഉമ്മ കാണിക്കുന്നൊരു സ്നേഹം, ഒരു ഉമ്മയോട് മകൻ കാണിക്കുന്നൊരു ആദരവ്. ഒരു CI റാങ്കിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, റഫീഖ് സാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, എനിക്ക് നാടോ സ്ഥലമോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ആണ്. ഇദ്ദേഹം നേരത്തെ ഒരു SI ആയിരുന്നു. ഇപ്പോൾ അത് CI ആയിട്ട് ഉയർന്ന റാങ്കിലേക്ക് വന്നപ്പോൾ ആ യൂണിഫോം ഇട്ട് ആ ഉമ്മയുടെ മുൻപിൽ വന്ന് തൊപ്പി ധരിച്ച് സല്യൂട്ട് അടിക്കുന്നൊരു മകൻ. മാഷാ അല്ലാഹ്, ആ മകൻ്റെ ജോലിയിലെ ഉയർന്ന പദവിയും അഭിമാനവും കണ്ടപ്പോൾ തിരിച്ച് മകൻക്ക് സല്യൂട്ട് അടിക്കുന്നൊരു ഉമ്മ. നമ്മൾ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വളരെ വലിയൊരു പാഠം നൽകുന്നുണ്ട് ഈ വീഡിയോ. അള്ളാഹു ഈ ഒരു മനുഷ്യന് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. കാരണം മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്നുള്ളൊരു പാഠം ഹബീബായ നബി നമ്മളെ പഠിപ്പിച്ചതാണ്. ആ പാഠം ജീവിതത്തിൽ പകർന്നു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ, അവരുടെ മനസ്സ് സംതൃപ്തരാണോ അന്വേഷിക്കാറുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ലേ, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിൻ്റെ കോപം, മാതാപിതാക്കളുടെ സന്തോഷത്തിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, കോഴിക്കോട് പയ്യോളിയിൽ. ആ പയ്യോളിയിലെ വാർത്ത, ഒരു മനുഷ്യൻ മരണപ്പെട്ടു. 27 കൊല്ലം ഒറ്റയ്ക്ക് താമസിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയില്ല, മക്കളില്ല. മരണം കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ അങ്ങനെ കസേരയിലിരുന്ന് മരിച്ചു പോയതാണ്. മെയ് മാസം 26-നാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നു, വേഗത്തിൽ അദ്ദേഹത്തിനെ കബറടക്കി. വീട്ടുകാരെയൊക്കെ അറിയിച്ചു, ഭാര്യയും മക്കളൊക്കെ അറിയിച്ചു. മകൻ വന്നിട്ടൊരു പരാതി, തൻ്റെ ഉപ്പയുടെ മരണത്തിൽ സംശയമുണ്ട്, ഉപ്പയെ കൊന്നതാണോ, വാപ്പയുടെ അക്കൗണ്ടിലുള്ള 2 ലക്ഷം രൂപ കാണാനില്ല. ആകെ പരാതിയായി. ഒടുവിൽ ആ മനുഷ്യൻ്റെ മരിച്ച് കബറടക്കി ആഴ്ചകൾ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ കബറിടം മാന്തിയിട്ട് എന്ത് ചെയ്തു, പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. ഒരു സാധാരണ ഒരു മരണം മാത്രമായിരുന്നു. നമ്മൾ ഈ മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ഖബറിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന, മരണപ്പെട്ട് കിടക്കുന്ന ആ മയ്യത്തിന് പോലും ഒരു സുഖവും സ്വസ്ഥതയും ഉണ്ടാവില്ല. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ്. ആ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുടെ സഹോദരൻ്റെ പണം എടുത്തിട്ടില്ല, മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുൻപ് അക്കൗണ്ടിൽ നോമിനി ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ആ കാശ് ഞങ്ങൾ എടുത്തത്. ആ കാശ് ആ മയ്യത്തിൻ്റെ ചെലവിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തു, അതിൻ്റെ ബാക്കി കാശ് അവിടെ ഉണ്ട്, ഞങ്ങൾ ആ കാശ് ഒന്നും എടുത്തിട്ടില്ല എന്ന് വേദനയോടുകൂടി പറയുന്നൊരു രംഗം. എന്നാലും ആ മനുഷ്യൻ്റെ ഖബറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ മകൻക്കൊരു സംശയം തീർക്കാൻ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹം കൊണ്ട്, സൗഹാർദ്ദം കൊണ്ട്, ബഹുമാനം കൊണ്ട് നമ്മൾ പൂവിട്ട് മൂടുമ്പോൾ തിരിച്ചു നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു സംപ്രീതി ലഭിക്കും, ദൈവത്തിൻ്റെ ഒരു തൃപ്തി നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്മാനവും വിജയവും.